ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ ഫിസിക്സിൻ്റെ എക്സാം കഴിഞ്ഞു, അതിൻ്റെ റിവ്യൂ ആണ്. ഇന്നലെ നമ്മളെല്ലാവരും ആയാലും ഇന്നലെയൊക്കെ നല്ല കഷ്ടപ്പെട്ടെന്ന് പഠിച്ചിട്ട് അത്യാവശ്യം തിയറി സിമ്പിളായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ അതുപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസം ഉണ്ട്, അത് എളുപ്പമാണെങ്കിലുള്ള ആ ഒരു ആശ്വാസമാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്, അത് തന്നെ ഒരു ആശ്വാസമായിരുന്നു, കോളം എഴുതാം. പിന്നെ രണ്ടാമത്തേത് നമ്മളിപ്പം 10 വോൾട്ടാണ് സർഫേസിലുള്ള പൊട്ടൻഷ്യൽ, അപ്പം സെൻറ്ററിലുള്ള പൊട്ടൻഷ്യലൊക്കെ സെയിം തന്നെ ആയിരിക്കും, 10 വോൾട്ട് തന്നെ ആയിരിക്കും. 3 ചോദിച്ചേക്കുന്നത് നമ്മൾ ഡെറിവേഷൻ വഴി മോഷണൽ EMF കണ്ടുപിടിക്കുന്നതാണ്. അപ്പം അത് ഞാൻ കാണാൻ പിടിച്ചോണ്ടാ പോയപ്പോൾ E=-BLV അത്. പിന്നെ വാട്ട് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്, അതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ അഞ്ചാമത്തേത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ +25 സെൻറ്റിമീറ്ററാണ് എഴുതിയത്, അത് ഓവറായിട്ട് എഴുതിയതാണ്. ആറാമത്തേത് അയോണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം, അതെനിക്ക് ഞാൻ 1 AMUവിൻ്റെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു, ഒരു 931.5 ഇലക്ട്രോൺ വോൾട്ട്, അതാണ് എഴുതി വെച്ചത്. എനിക്ക് അതാണോ എന്നാണ് സംശയം തോന്നിയത്. അപ്പോൾ 13.6 ആണെന്ന് തോന്നുന്നു ശരിക്കും. അപ്പം ഏഴാമത്തത് പിന്നെ നമ്മൾ A1 A2 എന്ന് പറയുന്ന 2 മാസ് നമ്പർ തന്നിട്ട് അതിൻ്റെ റേഡിയസിൻ്റെ റേഷ്യോ എഴുതാനാണ്. അതിപ്പം A1:1/3 A2:1/3. അപ്പോൾ ആദ്യത്തെ ആ ഒരു സെക്ഷനൊക്കെ എളുപ്പമായിരുന്നു. അതിൽ 7 ഉണ്ട്, അതിൽ 5 എഴുതാനൊക്കെ നമുക്ക് പെട്ടെന്ന് പറ്റും, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ എട്ടാമത്തേത് വന്നിട്ട് നെയിം എ മെറ്റീരിയൽ വിച്ച് ഇസ് യൂസ് ടു മേക്ക് വയർ ബൗണ്ട് സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ്, അത് ഞാൻ കറക്റ്റ് കിട്ടിയതാണ്, പക്ഷേ തെറ്റാ, അത് ഞാൻ എക്സ്ട്രാ എഴുതിയതാണ്. പിന്നെ ഒമ്പതാമത്തേത് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം, അത് എളുപ്പമായിരുന്നു. പിന്നെ പത്താമത്തേത് നമ്മളിപ്പം മറ്റേ NS/NP അതൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കണക്കാണ്, അത് ആ കണക്ക് എളുപ്പമായിരുന്നു. പിന്നെ 11ാമത്തേത് സെല്ലുലാർ ഫോണിലുള്ളത് റേഡിയോ വേവ്സും റിമോട്ട് സ്വിച്ചിലുള്ളത് ഇതാണ്, അതും എളുപ്പമായിരുന്നു. പിന്നെ 12ാമത്തേത് കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, അതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം എനിക്ക് അതിൽ ഭയങ്കര കൺഫ്യൂഷനല്ല, ഈവൻ ഓട് അതൊക്കെ കറക്റ്റായിട്ട് അറിയാം, എന്താണ് ഈവൻ ആൻഡ് ഓഡ് ആവേണ്ടത് അതൊരു സംശയം. അപ്പം ഞാൻ എഴുതി വരുന്ന സമയത്ത് ആദ്യം ഇട്ടു, കുറച്ച് സ്ഥലം ഇട്ടു, എന്നിട്ട് ഡാഷ് എന്നുള്ള രീതി കുറച്ച് സ്ഥലം ഇട്ടിട്ട് ബാക്കി എഴുതി എന്താണ് ആ സാധനം, ഇപ്പോൾ ഫ്രീക്വൻസി ആണോ ഇൻറ്റൻസിറ്റി ആണോ എന്താണെന്ന് ഓർമ്മ വരുന്നില്ല. പിന്നെയാണ് പാർട്ട് ഡിഫറൻസ് ആണെന്ന് കണ്ടുപിടിച്ചത്, അങ്ങനെ അത് എഴുതി. പിന്നെ 13ാമത്തേതാണെങ്കിൽ നമ്മുടെ λ=h/mv അല്ലെ h/p എന്നുള്ളത് എഴുതാൻ, അതെനിക്ക് എത്ര ഡിറൈവ് ചെയ്തിട്ടും ഹോളിരിക്കുന്ന സമയത്ത് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു പേപ്പർ ഫുള്ള് ഞാനത് കംപ്ലീറ്റ് വെട്ടി വെച്ചിട്ടുണ്ട്. ആദ്യത്തേൻ്റെ ബാക്ക് സൈഡും അതിൻ്റെ അപ്പുറത്തെ പേപ്പറിൻ്റെ ഒരു സൈഡ് ഫുള്ള് ഞാൻ അതിന് വേണ്ടിയിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അത് പിന്നെ ഞാനത് എഴുതിയില്ല, കാരണം അതിന് വേണ്ടി ഒരുപാട് സമയം കളയണ്ടെന്ന് വിചാരിച്ചു. ആകെ നമുക്കിപ്പം 15 വരെ ഉള്ളായിരുന്നു. അത് 14ാമത്തേത് മാസ് ഡിഫക്റ്റ്, അത് എളുപ്പമായിരുന്നു. പിന്നെ ബൈൻഡിങ് എനർജിയും മാസ് ഡിഫക്റ്റുമായിട്ടുള്ള റിലേഷൻ എഴുതാൻ, അത് എളുപ്പമാണ്. അതൊക്കെ നമ്മൾ ഈ വട്ടം എനിക്ക് തോന്നുന്നു ചോദിച്ചതൊക്കെ മിക്കതും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിയൽ എന്നുള്ളത്, അത് മറ്റേ 1/4πε0 × 2p/r³ അത് എഴുതണം. പിന്നെ 16ാമത്തേത് നമ്മൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C=C1 + C2 + C3. പിന്നെ അതിൻ്റെ ബി പാർട്ട് വരുന്നത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ C1 C2 C3 ഈക്വൽ ആണ്, അത് C ആണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരുമ്പോൾ 3C അല്ലേ. പിന്നെ 17ാമത്തേത് ഇൻഫിനിറ്റ് ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ, അത് മറ്റേ നമ്മുടെ B=μ0I/2πr എന്നുള്ളത്, അതൊക്കെ ഡിവൈഡ് ചെയ്ത് കിട്ടി, പെട്ടെന്ന് തന്നെ കിട്ടിയാൽ ഓക്കെ. പിന്നെ ഹൈജീൻ്റെ വന്നത് റിഫ്ലക്ഷൻ ഓൺ ഓഫ് പ്ലെയിൻ ആണ്, ആ ഒരു ഡെറിവേഷനാണ് വന്നത്. റിഫ്രാക്ഷനെക്കാട്ടി റിഫ്ലക്ഷൻ കുറച്ചുകൂടെ എളുപ്പം, അപ്പം അത് എഴുതിയിട്ടുണ്ട്. പിന്നെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും മാഗ്നറ്റിക് പെർമിയബിലിറ്റിയും ഡയമാഗ്നറ്റിക്കും പാരാമാഗ്നറ്റിക് ഫെറോമാഗ്നറ്റിക്കും എഴുതാൻ അതും എളുപ്പമാണ്, അതും എഴുതി. അപ്പം എനിക്ക് സംശയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു 3 മാർക്ക് 4 മാർക്ക് ആ ഒരു സെക്ഷനിൽ വന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ എനിക്ക് കുറച്ച് ടഫായിരുന്നു. പിന്നെ 20ാമത്തേത് ഒരു ഗ്രാഫ് വരയ്ക്കാനും പിന്നെ വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം, വർക്ക് ഫംഗ്ഷൻ കറക്റ്റാണെന്ന് തോന്നുന്നു. പിന്നെ 21st ഞാൻ എഴുതിയില്ല, ഫുൾ വേവ് അത് എഴുതിയില്ല. പിന്നെ 22ാമത്തേത് പൊട്ടൻഷ്യൽ സർഫേസിലെ ഒരു പോയിന്റ് ചാർജ് അതിൻ്റെ വരയ്ക്കാൻ. പിന്നെ ബി എന്നുള്ളത് അതിൻ്റെ ഒരു ഇലക്ട്രിക് ഡൈപോൾ അതിൻ്റെ ദൂരെയായിട്ട് ഒരു പോയിന്റ് വെച്ചിട്ട് അത് നമ്മൾ കണക്ട് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഡിറൈവ് ചെയ്തെടുക്കും, P cos θ വരുന്നത് അത്. പിന്നെ കിർച്ചോഫിൻ്റെ ജംഗ്ഷൻ റൂള്, പിന്നെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് സ്ഥിരം ചോദിക്കുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ. പിന്നെ 24ാമത്തേത് സെൽഫ് ഇൻഡക്ഷൻ, അതിൻ്റെ 2ാമത്തെ പാർട്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് എന്താണ് എഴുതേണ്ടതെന്നുള്ളത്. ഇപ്പം മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ, അപ്പം ഞാൻ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ μ0 N1 N2 അതാണോ എന്ന് എനിക്കൊരു
N1 N2 അങ്ങനെ ബാക്കിയുണ്ട്. അപ്പം അതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതാണ് എഴുതിയത്. പിന്നെ 25ാമത്തെ ഞാൻ എഴുതിയില്ല. റയോപ്റ്റിക്സിൽ നിന്ന് വന്നത് ഒന്ന് ഞാൻ എഴുതിയില്ല. കാരണം റയോപ്റ്റിക്സ് പഠിക്കാൻ ഒരുപാട് സമയം എടുത്തുകൊണ്ട് ഞാൻ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രം അന്ന് പഠിച്ചതുള്ളൂ. ലാസ്റ്റ് ഞാനത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. ബാക്കിയൊന്നും പ്രിസമോ അതൊന്നും പഠിച്ചിട്ടല്ല പോയത്. റയോപ്റ്റിക്സിൽ നിന്നല്ലാത്ത ബാക്കി ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ന്യൂമറിക്കൽസ് വരുന്ന ഭാഗത്താണ് കുഴപ്പമില്ല. പിന്നെ 26ാമത്തേത് കോഴ്സിലൂടെ ട്രൂ ഓർ ഫോൾസ് എഴുതാനുള്ളത്. പിന്നെ അതിൻ്റെ ബി ആണെങ്കിൽ നമ്മുടെ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റിലേത്. 27ാമത്തേത് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ വർക്കിങ്ങും തിയറിയും. അത് നമുക്കിപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ മൂവിങ് കോയിലിൻ്റെ സ്ഥിരം ചോദിക്കുന്നില്ലേ. പിന്നെ വോൾട്ട്മീറ്റർ ആക്കാൻ, ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അത് എളുപ്പമാണ്. കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ എഴുതാൻ അതും സിമ്പിളായിരുന്നു. അന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് കണക്കാണ് കണക്ക്. അപ്പം 28ാമത്തേത് കപ്പാസിറ്റി റിയാക്ടൻസ് കണ്ടുപിടിക്കാനും ആ ഒരു കണക്കാണ് എനിക്ക് സംശയം. അതിൻ്റെ സി കറക്റ്റാണ്. സി കറക്റ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റി സർക്യൂട്ടിൽ കറണ്ടാണ് EMFനെ π/2 ഫേസ് ഡിഫറൻസ് വെച്ച് ലീഡ് ചെയ്യുന്നതെന്നുള്ളത് തെളിയിക്കാൻ പ്രൂവ് ചെയ്യാനുള്ളത് അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എയും ബിയും ആണ് എനിക്ക് സംശയം. അത് രണ്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. 29ാമത്തേത് നമ്മുടെ പ്രിസത്തിൻ്റെത്, അത് ഞാൻ എഴുതിയില്ല. അത് റയോപ്റ്റിക്സിൻ്റെ ആയതുകൊണ്ട് ഈ 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെയും പോർഷൻ വന്ന സമയത്ത് റയോപ്റ്റിക്സിനാണ് ഓർ വന്നത്. അതുകൊണ്ട് അതിൻ്റെ 2ൻ്റെ ഓർ ഞാൻ എഴുതിയില്ല. അതുകൊണ്ടാണ് ഒരു ടെൻഷൻ ന്യൂമറിക്കൽസ് വന്നതുകൊണ്ട്. അല്ലാതെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു എക്സാം ആണ്. റയോപ്റ്റിക്സ് കൂടെ പഠിച്ചായിരുന്നെങ്കിൽ ഫുൾ കിട്ടിയത്. ഇത് ഫുള്ള് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, തോന്നുന്നില്ല. ഫുള്ള് കിട്ടുമെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു മാർക്ക് കിട്ടുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു നോക്കി കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിന് മുമ്പേ നാളെ ഇനി മാത്സിൻ്റെ എക്സാമാണ്. മാത്സിൻ്റെ എക്സാം ആകുമ്പം നമുക്കിനി ഈ ഉച്ച തൊട്ട് നാളെ വെളുപ്പിനെ വരെയുള്ള സമയമുള്ളൂ. ഇന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല ശരിക്കും. രാത്രി ഒരു 3 മണി വരെ ഞാനിരുന്നു. ഒരു 2 മണി വരെ പഠിക്കാനിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പാപ്പിന് നോക്കാനിരുന്നത്. കാരണം പുള്ളി ഉണർന്നിങ്ങനെ ഇരിക്കുകയോ കുരയ്ക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ഞാൻ ഇരുത്തി തടവി എന്നിട്ട് ഉറങ്ങുന്നില്ല. പിന്നെ നമ്മൾ ഉറങ്ങുമ്പോഴേ കയറി കിടന്ന് ഉറങ്ങത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം പോയി. പിന്നെ ഞാൻ ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് ഒരു 6:15 6:45 ആ ഒരു സമയമായപ്പോൾ എണീറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് റയോപ്റ്റിക്സ് ഒന്നും നോക്കാൻ പറ്റിയില്ല, നോക്കിയില്ല. ബാക്കി ഒന്നുകൂടെ നോക്കി, ബാക്കിയുള്ള പോർഷൻസിലെല്ലാം ഒന്നുകൂടെ നോക്കി. തിയറി വന്നതെല്ലാം ഞാൻ കറക്റ്റായിട്ടാണ് എഴുതിയത്. പക്ഷേ ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസാണ് എനിക്കൊരു സംശയമായിട്ട് കിടക്കുന്നത്. ഇനി മാത്സിൻ്റെത് ഞാൻ ഇന്നലെ ലൈവ് ഒന്നും കണ്ടിട്ടില്ല. സൈലത്തിൻ്റെ ആണെങ്കിലും എക്സാമിൻ്റെ ആയാലും എജുബോണ്ടിൻ്റെ ആണെങ്കിലും ഒന്നിൻ്റെ ലൈവ് കണ്ടില്ല. ഞങ്ങളുടെ സ്കൂളിൽ തന്ന നോട്ട് തന്നെ ഉണ്ട്. അതിലെ ഡെറിവേഷൻസ് നോട്ട്സും ഒക്കെ ഞാൻ കാണാൻ പഠിക്കുകയും റീകളക്ട് ചെയ്ത് നോക്കുകയോ അതൊക്കെ തന്നെ ആയിരുന്നു. അല്ലാതെ പുതിയതായിട്ടൊന്നും ക്ലാസ്സുകളൊന്നും കാണുമോ ക്വസ്റ്റ്യൻസ് ഒന്നും ക്ലാസ്സിൽ നോക്കി ചെയ്യുകയൊന്നും ചെയ്തില്ല. അല്ലാതെ ചെയ്തതേ ഉള്ളൂ. ടീച്ചർ തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു, അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തു, അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ അപ്പോൾ നാളെ മാത്സിൻ്റെ എക്സാമാണ്. അതിനകത്ത് എനിക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉള്ളത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് മാത്സിനകത്ത്. പിന്നെ ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ ഞങ്ങളുടെ അടുത്ത് ടീച്ചർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽസ് അല്ലാതെ ഒരുപാട് ചാപ്റ്റർ ഉണ്ട്. നമ്മളിപ്പോൾ കാൽക്കുലസിന് വേണ്ടിയിട്ട് 3/4 സമയം കളയും. പക്ഷേ അതിന് പകരം സ്കോർ ചെയ്യാൻ പറ്റുന്ന മെട്രിക്സസ് പോലുള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ വിടും. എനിക്ക് മെട്രിക്സസ് ഞാൻ കഴിഞ്ഞ വട്ടം ഞങ്ങൾക്ക് യൂണിറ്റ് എക്സാം ഇട്ട സമയത്തോ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്തോ ആണെന്ന് തോന്നുന്നു ഞാൻ മെട്രിക്സ് നോക്കാതെ പോയി. കാരണം ഇൻറ്റഗ്രൽസ് നോക്കാനായിട്ട് മെട്രിക്സ് നോക്കാതെ പോയി. എന്നിട്ട് എനിക്ക് തെറ്റിയത് മെട്രിക്സ് ഒരു 4-6 മാർക്കിന് വന്ന മെട്രിക്സ് ആണ് എനിക്ക് തെറ്റിയത്. അപ്പം അങ്ങനെ നല്ലൊരു മാർക്ക് പോയായിരുന്നു. അന്ന് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര മാർക്കുണ്ടെന്ന്. മാത്സിന് ഒരു ബെസ്റ്റ് മാർക്കായിരുന്നു. അപ്പം അതുകൊണ്ട് ഇൻറ്റഗ്രൽസ് ഞാനൊരു ആ ഒരു പ്രോപ്പർട്ടീസും തിയറിയൊക്കെ പഠിക്കുന്നതല്ലാതെ കൂടുതൽ ഇൻറ്റഗ്രൽസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേനുള്ള സമയം പോകും. അതുകൊണ്ട് ഇപ്പോൾ കുറേ നാളായി മെട്രിക്സ് ഒക്കെ നോക്കിയിട്ട്. അപ്പോൾ അതൊക്കെ നോക്കണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.